കഥയുടെ തുടക്കത്തിൽ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ജനാർദ്ദൻ അപ്പൂപ്പൻ വീട്ടുകാരോട് പറയാതെ കാശിക്ക് പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അപ്പൂപ്പനെ കൊച്ചുമകനായ അബി കൈയോടെ പൊക്കി നേരെ അവന്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും. അമ്മയുടെ അടുത്തെത്തിയ അബി, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അപ്പൂപ്പൻ കാശിക്ക് പോയേനെ, ഈ ഓട്ടോക്കാരന് കൊടുക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞ് അബി അവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങും. അങ്ങനെ ഇതേ സമയം അബിയുടെ ചേട്ടനായ അനൂപ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അബി അപ്പൂപ്പനെയും കൊണ്ട് ചെല്ലും. അനൂപ് അപ്പൂപ്പന്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ എത്ര പ്രാവശ്യം അപ്പൂപ്പനോട് പറഞ്ഞതാണ് ഞാൻ ഒരിക്കൽ കാശിക്ക് കൊണ്ടുപോകാം, ആരോടും പറയാതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന്. എന്നാൽ അബി അപ്പോഴും ഓട്ടോ കൂലി എന്നും പറഞ്ഞ് ചേട്ടന്റെ കയ്യിൽ നിന്നും പണം വാങ്ങും. അങ്ങനെ അബി അപ്പൂപ്പനെയും കൊണ്ട് വീടെത്തിയ ശേഷം അപ്പൂപ്പന്റെ കയ്യിലുള്ള പണം വാങ്ങി ഓട്ടോ കൂലിയായി ഓട്ടോക്കാരന് കൊടുക്കും. എന്നാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അബിയുടെ അച്ഛനും ജനാർദ്ദനൻ അപ്പൂപ്പന്റെ മകനുമായ ചന്ദ്രൻ വീടിന്റെ ഉമ്മറത്തിരുന്ന് ഉറങ്ങുകയാണ്. ചന്ദ്രൻ ഒരു പ്രസ് നടത്തുകയായിരുന്നു. എന്നാൽ പ്രസ് നഷ്ടത്തിലായതോടുകൂടി ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിപ്പാണ്. അബി അച്ഛനോട് വന്ന് പറയും, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അപ്പൂപ്പൻ ട്രെയിൻ കയറി പോയനെ എന്ന്. ചന്ദ്രൻ അപ്പൂപ്പന്റെ അടുത്ത് വന്ന് പറയും, ഞാൻ എത്ര പ്രാവശ്യം അച്ഛനോട് പറഞ്ഞതാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന്. അപ്പോഴേക്കും അബി തന്റെ IELTS കോച്ചിങ്ങിനായി ക്ലാസ്സിലേക്ക് പോകാനായി ഇറങ്ങും. അബി പോയ ഉടനെ തന്നെ ചന്ദ്രനും കുളിച്ച് റെഡിയായി തന്റെ പൂട്ടിക്കിടക്കുന്ന പ്രസ്സിലേക്ക് ചെന്ന് തന്റെ കൂട്ടുകാരനോടൊപ്പം എന്നത്തെയും പോലെ മദ്യപാനം തുടങ്ങും. ഇതേ സമയം ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനൂപിനെ മാട്രിമോണി സൈറ്റിൽ നിന്ന് വിളിച്ച് പുതിയ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയും. എന്നാൽ നിങ്ങൾ ഉടായിപ്പാണ്, നിങ്ങൾക്ക് ഞാൻ എത്രയധികം പൈസ തന്നു, ഇനിയും തരാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്നും പറഞ്ഞ് അനൂപ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അന്ന് വൈകുന്നേരമാകുമ്പോൾ ജോലി കഴിഞ്ഞ് അവരുടെ അമ്മ വീട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് തന്റെ ഡബ്ബിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് അനൂപും വീട്ടിലേക്ക് വരും. എന്നാൽ പതിവ് പോലെ അബി വളരെ ലേറ്റായാണ് വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ അടുത്ത ദിവസം അപ്പുറത്തെ വീട്ടിലെ ദാമോദരൻ അപ്പൂപ്പൻ ജനാർദ്ദനൻ അപ്പൂപ്പനോട് പറയും, നീ പേടിക്കണ്ടടാ, എന്നെങ്കിലും നിനക്ക് കാശിക്ക് പോകാൻ കഴിയുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന അനൂപ് ഒരു പണിക്കും പോകാതെ ഉമ്മറത്തിരുന്ന് ഉറങ്ങുന്ന അച്ഛനെ കണ്ട് ദേഷ്യത്തിൽ കതവ് വലിച്ചടക്കി. അനൂപും ചന്ദ്രനും വലിയ ടേംസിലൊന്നുമല്ല. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് അവരെ എല്ലാവരെയും അടുത്തുള്ള സഹകരണ ബാങ്കിലേക്ക് പ്രസിഡന്റ് വിളിച്ചു വരുത്തും. നിങ്ങളുടെ ലോണിന്റെ പണം അടച്ചില്ല എങ്കിൽ പ്രശ്നമാകും. ചന്ദ്രൻ ചേട്ടന്റെ പ്രസ് വിറ്റാൽ എല്ലാ കടവും തീർക്കാൻ കഴിയുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ ചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നാൽ പ്രസിഡന്റ് അനൂപിനോട്, നീ എന്തേലും ചെയ്തില്ല എങ്കിൽ വീടും പിരീടവും ജപ്തിയാകുമെന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ബ്രോക്കർ ജാനു ചേച്ചി അനൂപിന്റെ വീട്ടിലേക്ക് വന്ന അനൂപിനോട് പറയും, 3 മാസം മുമ്പ് മോന് വന്ന ആലോചനയുണ്ടല്ലോ, ആ പെണ്ണ് വീട്ടുകാർക്ക് ഇപ്പോൾ താല്പര്യമുണ്ടെന്നാണ് പറയുന്നതെന്ന് പറയും. എന്നാൽ അനൂപ് പറയും, ഞാനൊരു ഹായ് അയച്ചിട്ട് പോലും ആ പെണ്ണെനിക്ക് റിപ്ലൈ തന്നില്ല എന്ന്. നിങ്ങൾ എന്തായാലും ആലോചിച്ചൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞ് ജാനു ചേച്ചി അവിടെ നിന്ന് പോകും. അങ്ങനെ അനൂപ് റൂമിലേക്ക് വരുമ്പോൾ അബി അങ്ങോട്ടേക്ക് വന്ന് പറയും, ചേട്ടാ, അമ്മയുടെ പ്രോവിഡന്റ് ഫണ്ടിന്റെ പൈസ ചോദിക്കരുത്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് UK പോകാൻ കഴിയുള്ളൂ എന്ന് പറയും. ആ പൈസ നീ എടുത്തോ എന്ന് അനൂപ് അനിയനോട് പറയും. അങ്ങനെ അനൂപ് സീരിയൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാനു ചേച്ചി കൊണ്ടുവന്ന ആ കല്യാണ ആലോചനയിലെ പെണ്ണ് അനൂപിന് മെസ്സേജ് അയക്കും. ഞാൻ ജാട കൊണ്ടൊന്നുമല്ല മെസ്സേജ് അയക്കാതിരുന്നത്, ആ സമയത്ത് ഞാൻ കല്യാണത്തെക്കുറിച്ച് പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ് അനൂപ് അവളോട് പറയും. അതിനുശേഷമുള്ള ദിവസങ്ങളെല്ലാം പഞ്ചാരടിയുടെ ദിവസങ്ങളായിരുന്നു. അങ്ങനെ അനൂപും ഗായത്രിയുമായുള്ള ഒഫീഷ്യൽ പെണ്ണ് കാണലൊക്കെ കഴിയും. ഗായത്രി ഒരു സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. അനൂപ് ഇടയ്ക്ക് അവിടെ പോയി ഗായത്രിയെ കാണുകയും അവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എൻഗേജ്മെന്റിനോട് അടുക്കുമ്പോൾ തന്റെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കണമെന്ന് കരുതി അനൂപ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം അനൂപ് അപ്പൂപ്പന്റെ അടുത്ത് വന്ന് പറയും, ഹണിമൂണിന് കാശിയിലേക്കാണ് പോകുന്നത്, അപ്പോൾ അപ്പൂപ്പനെയും കൊണ്ടുപോകാമെന്ന്. എൻഗേജ്മെന്റ് എടുക്കുമ്പോൾ അനൂപിന്റെ അമ്മ ചന്ദ്രനെ വിളിച്ച് പറയും, വീട് വൃത്തിയാക്കാൻ ഞാൻ ഒരു ബംഗാളിയെ പറഞ്ഞയച്ചിട്ടുണ്ട്. വരുന്ന ബംഗാളിയെ ചന്ദ്രൻ പറഞ്ഞയച്ച ശേഷം കൂട്ടുകാരനും ചന്ദ്രനും ചേർന്ന് ആ വീടെല്ലാം വൃത്തിയാക്കിയ ശേഷം ആ പണം അവരെടുക്കും. അങ്ങനെ ഒരു ദിവസം അനൂപ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ഗായത്രിക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്രെഡി എന്ന് പേരുള്ള ഒരുത്തൻ അനൂപിനെ താഴെ നിന്ന് സൂക്ഷിച്ച് നോക്കും. അങ്ങനെ അനൂപ് ഫുഡ് കഴിക്കാനായി പോകുമ്പോൾ ഫ്രെഡി അനൂപിന്റെ പിന്നാലെ തന്നെ കൂടും. അനൂപ് കരുതും, ഇവൻ ഏതാണ്, എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് ഫ്രെഡിയെ ഒരു വണ്ടി ഇടിക്കുകയും അവർ ആക്സിഡന്റ് ആവുകയും ചെയ്യും. അനൂപ് കൂട്ടുകാരനോട് പറയും, ആ ആക്സിഡന്റ് ആയവൻ എന്നോട് എന്തോ പറയാൻ വന്നു, പക്ഷെ ഞാനത് കേട്ടില്ല എന്ന്. ഇങ്ങനെ അനൂപിന്റെ എൻഗേജ് ദിവസം എത്തും. അപ്പൂപ്പൻ തന്റെ കൂട്ടുകാരനോട് കൊച്ചുമകന്റെ എൻഗേജ്മെന്റിന് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി എൻഗേജ്മെന്റ് വീട്ടിലേക്ക് പോകും. ഇതേ സമയം ഗായത്രിയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്ന ഫ്രെഡി ഗായത്രിയുടെ എൻഗേജ്മെന്റ് ഓർത്ത് ബാറിലിരുന്ന് വെള്ളമടിക്കുകയാണ്. അങ്ങനെ അനൂപും ഗായത്രിയുമായുള്ള എൻഗേജ്മെന്റ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് അടിച്ച് ബോധമില്ലാതെ വന്ന ഫ്രെഡി സ്റ്റേജിലേക്ക് കയറി ഗായത്രിയുടെ ചെകിടത്തൊരടി അടിക്കും. ആളുകൾ എല്ലാവരും കൂടി ഫ്രെഡിയെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അബി ഒരു കസേര എടുത്തു കൊണ്ടുവന്ന് ഫ്രെഡിയെ അടിച്ച് നിലത്തിടും. അങ്ങനെ ആ എൻഗേജ്മെന്റ് മുടങ്ങി അനൂപ് പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. പോലീസുകാരൻ അബിയോട് പറയും, നീ ഒന്ന് സൂക്ഷിക്കണം, ആ ഫ്രെഡിക്ക് വലിയ ടീമൊക്കെ ഉള്ളതാണ് എന്ന്. അങ്ങനെ എൻഗേജ്മെന്റ് മുടങ്ങി അനൂപും വീട്ടുകാരും തിരികെ വീട്ടിലെത്തും. എല്ലാവരുടെയും അവസ്ഥ വളരെയധികം മോശമായിരുന്നു. അനൂപിന് തന്നെ എൻഗേജ്മെന്റ് മുടങ്ങിയാൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു. ജോലിക്കായി ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയെങ്കിലും അവന് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഗായത്രി അങ്ങോട്ടേക്ക് വന്ന് അനൂപിനോട് പറയും, ഇത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു, നീ എന്നെ ബ്ലോക്ക് ചെയ്തില്ലേ, ഞാൻ പറയുന്നത് പോലും നീ ഒന്ന് കേൾക്കാൻ നിന്നില്ലല്ലോ, ആ ഫ്രെഡി എന്റെ ലവറൊന്നുമല്ല,
അവൻ കുറെ നാളായി എന്റെ പിറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുകയായിരുന്നു. നീ എന്നെ മനസ്സിലാക്കാൻ പോലും നിന്നില്ലല്ലോ എന്ന് പറഞ്ഞ ആ എൻഗേജ്മെന്റ് അവിടെ വെച്ച് അവൾ അവിടെ നിന്ന് പോകും. തിരികെ സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് വന്ന് തന്റെ ഫ്രണ്ടിനോട് പറയും, എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് വേണം, പെൻഡിങ്ങുള്ള പണമൊക്കെ നീ തരണം, ഞാൻ കാശിക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് എന്ന്. ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ അനൂപ് ഒരുപാട് ഇരുന്ന് കരയും. അതിനുശേഷം ഒന്നും നടക്കാത്തതുപോലെ തന്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയും, എൻഗേജ്മെന്റ് മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ, നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടാൽ ഞാൻ മരിച്ചു പോയെന്നാണല്ലോ എന്ന് പറഞ്ഞ അമ്മയോട് ചൂടാക്കും. അപ്പോഴേക്കും വീണ്ടും വീട് വിട്ടിറങ്ങി കാശിക്ക് പോകാനായി ഒരുങ്ങിയ അപ്പൂപ്പനെ ചന്ദ്രന്റെ ഫ്രണ്ട് തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് അനൂപ് അമ്മയോട് പറയും, ഞാനും അപ്പൂപ്പനും കാശിക്ക് പോകാൻ പോവുകയാണ്, വരുന്നവർക്കെല്ലാം കൂടെ വരാമെന്ന്. ഇത് കേട്ട് അപ്പൂപ്പന് വളരെയധികം സന്തോഷമാകും. വൈകുന്നേരം അമ്മ കാശി ട്രിപ്പിനെ കുറിച്ച് ആലോചിച്ച ശേഷം ഹസ്ബൻഡായ ചന്ദ്രനോട് നമുക്കും കാശിക്ക് പോകാമെന്ന് പറയും. എന്നാൽ അനൂപിനോട് വലിയ താല്പര്യമില്ലാത്ത അച്ഛൻ ഞാൻ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ ചന്ദ്രൻ തന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങും. രാത്രി അനൂപ് അബിയുടെ റൂമിലേക്ക് പോയ ശേഷം പറയും, നമ്മൾ നാളെ കാശിക്ക് പോവുകയാണ്, നീ വരുന്നെങ്കിൽ വാ, ചിലവെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയും. ശരി, നമുക്ക് പോകാമെന്ന് അബി പറയും. അടുത്ത ദിവസം ചന്ദ്രൻ തന്റെ ഫ്രണ്ടിന്റെ അടുത്തെത്തി 2000 രൂപ കടം വാങ്ങിയ ശേഷം ഞങ്ങൾ കുടുംബത്തോടെ കാശിക്ക് പോകാൻ ഒരുങ്ങുകയാണ്, ചിലവെല്ലാം അനൂപ് നോക്കാമെന്നാണ് പറഞ്ഞത്, പിന്നെ എന്റെ കൈ ചിലവിനാണ് ഈ 2000 രൂപയെന്ന് ഫ്രണ്ടിനോട് പറയും. പിന്നെ എല്ലാവരും കാശിക്ക് പോകാനായി റെഡിയാകും. അപ്പൂപ്പൻ തന്റെ കൂട്ടുകാരനായ ദാമോദരനോട്, എടാ ഞാൻ കാശിക്ക് പോകാൻ പോവുകയാണ്, അവിടെ നിന്ന് വരുമ്പോൾ നിനക്കൊരു സമ്മാനം വാങ്ങി തരാമെന്നും പറഞ്ഞ് കൂട്ടുകാരനോട് യാത്ര പറഞ്ഞ് അവരെല്ലാവരും കാശിക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. അപ്പോഴേക്കും അമ്മ അനൂപിനോട് പറയും, നീ അച്ഛനോടൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്, നമുക്ക് സമാധാനമായി കാശിക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ട്രെയിനിലേക്ക് കയറും. എന്നാൽ ട്രെയിൻ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോഴും ചന്ദ്രൻ ഓരോ സ്റ്റേഷനിലായി ഇറങ്ങി അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യുമായിരുന്നു. ട്രെയിൻ സ്റ്റാർട്ടാക്കുമ്പോൾ മാത്രമേ ചന്ദ്രൻ ഓടി ട്രെയിനിൽ കയറുകയുള്ളൂ. അങ്ങനെ രാത്രിയാകുമ്പോൾ ട്രെയിൻ ഒരു സ്റ്റേഷനിലെത്തും. ചന്ദ്രൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി അവിടെ കോഫി വിൽക്കുകയായിരുന്ന ഒരു പയ്യന്റെ കയ്യിൽ നിന്നും കോഫി വാങ്ങിയ ശേഷം ചില്ലറ ഇല്ലാത്തത് കൊണ്ട് 500 രൂപ കൊടുക്കും. ആ പയ്യൻ ആ പൈസയും കൊണ്ട് അവിടെ നിന്ന് ഓടും. ചന്ദ്രൻ പിന്നാലെ ഓടുമ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് പോകും. ട്രെയിൻ മൂവ് ആവുന്നത് കണ്ട് ചന്ദ്രൻ തിരികെ ട്രെയിനിന്റെ അടുത്തേക്ക് ഓടും. അപ്പോഴേക്കും ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രനോട് ഓടി ട്രെയിനിൽ കയറാൻ ഡോറിന്റെ അവിടെ നിന്ന് പറയും. ചന്ദ്രൻ ഓടി ഭാര്യയുടെ കയ്യിൽ പിടിക്കും. എന്നിട്ട് അവരെയും പിടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിടും. എന്നാൽ അപ്പോഴേക്കും തന്റെ അച്ഛനും അമ്മയും റെയിൽവേ സ്റ്റേഷനിലാണെന്ന് മനസ്സിലാക്കിയ അനൂപും അബിയും ഓടി പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ അനൂപ് അവിടെയുള്ള ഒരു ഓഫീസറിനോട് വന്ന് പറയും, എന്റെ അപ്പൂപ്പൻ ആ ട്രെയിനിലാണ്, അടുത്ത സ്റ്റേഷനിൽ നിങ്ങളെ അപ്പൂപ്പനെ ഇറക്കാനുള്ള സംഗതിയൊക്കെ ഞാൻ ചെയ്യാമെന്ന് ആ ഓഫീസർ അവരോട് പറയും. അതിനുശേഷം അച്ഛനാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് അനൂപും ചന്ദ്രനും തമ്മിൽ വഴക്കാകും. അങ്ങനെ രാവിലെയോട് കൂടി അപ്പൂപ്പനുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി അവർ അപ്പൂപ്പനെയും കൂട്ടി കാശിക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഓട്ടോ വിളിച്ചു പോകും. അങ്ങനെ കുറെ നേരം ബസ്സിനായി വെയിറ്റ് ചെയ്ത ശേഷം അവസാനം കാശിക്ക് പോകുന്ന ബസ് വരും. ബസ് നിറച്ച് ആളുകളായിരുന്നു. എന്നാൽ ആ ബസ്സിനുള്ളിലുള്ള ആളുകൾ മസാല ചവയ്ക്കുന്നത് കണ്ട് അമ്മയ്ക്ക് ഛർദിൽ വരികയും അങ്ങനെ ആ ബസ്സിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ കുറെ നേരം ബസ്സിനായി വീണ്ടും ആ റോഡിൽ കാത്തിരുന്ന ശേഷം ഒരു വണ്ടി വരും. അങ്ങനെ ആൾക്കൊരാൾക്ക് 500 രൂപ തന്നാൽ കാശിയിൽ കൊണ്ടാക്കാമെന്ന് ഡീലാക്കി അവരെല്ലാവരും കൂടി ആ വണ്ടിയിലേക്ക് കയറും. പാവിനെയും മറ്റ് പെറ്റ്സിനെയും കൊണ്ടുപോകുന്ന ഒരു വണ്ടിയായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്ന് അവർ യാത്ര തിരിച്ച് കുറച്ചധികം ദൂരം ചെല്ലുമ്പോഴേക്കും ഒരു പോലീസ് ചെക്കിംഗ് വരും. അങ്ങനെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും പോലീസ് അവരുടെ അടുത്തെത്തി ചോദിക്കും, ഈ വണ്ടിയിൽ എന്താണ് എന്ന്. എന്നാൽ അപ്പോഴേക്കും ആ പോലീസുകാരന് എന്തോ ഡൗട്ട് തോന്നി ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. ചെക്ക് ചെയ്യാനായി പോകുമ്പോഴേക്കും ആ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ചെക്ക് പോസ്റ്റ് ഒക്കെ ഇടിച്ച് അവിടെ നിന്ന് പോകും. അനൂപും വീട്ടുകാരും ആ വണ്ടിക്കാരനോട് വണ്ടി നിർത്താൻ പറയുമെങ്കിലും ഈ വണ്ടിക്കകത്തൊക്കെ സ്മഗ്ലിംഗ് സാധനമാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും വണ്ടി കുറെ ദൂരം കൊണ്ടുവന്ന് അവരെ ഒരു സ്ഥലത്ത് ഇറക്കി വിടും. എന്നിട്ട് അവരോട് ചൂടാവും. ഇതേ സമയം എന്നാൽ തന്റെ അച്ഛനോട് ആ ഹിന്ദിക്കാരൻ കയർക്കുന്നത് കണ്ട് അബി അയാളെ അടിക്കാനായി ചെല്ലുമ്പോൾ ഹിന്ദിക്കാരൻ അബിയുടെ ചെകിടത്ത് അടിച്ച ശേഷം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകും. അത്രയും ആണുങ്ങൾ ഉണ്ടായിട്ടും അനൂപും ചന്ദ്രനും ഇതെല്ലാം കണ്ട് മിണ്ടാതെ നിന്നു. അങ്ങനെ അവിടെ നിന്ന് അവർ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് ബസ്സിനായി കാത്തു നിന്ന് ഒടുവിൽ ഒരു ബസ് കിട്ടും. അവർ വീണ്ടും കാശിയിലേക്ക് പോകുന്ന വഴിക്ക് ചന്ദ്രന്റെ ഫോണിൽ ഒരു കോള് വരും. അവരുടെ അടുത്ത വീട്ടിലെ ദാമോദരൻ അപ്പൂപ്പൻ മരിച്ചുപോയെന്ന വാർത്തയായിരുന്നു അത്. ചന്ദ്രൻ അത് തന്റെ ഭാര്യയോട് പറയുമ്പോൾ ഇത് കേട്ട അപ്പൂപ്പൻ തന്റെ കൂട്ടുകാരൻ മരിച്ചുപോയി എന്ന് ഓർത്ത് കരയാൻ തുടങ്ങും. എല്ലാവരും കൂടെ ചേർന്ന് അപ്പൂപ്പനെ ഒരുവിധം സമാധാനിപ്പിക്കും. അപ്പൂപ്പന് തന്റെ കൂട്ടുകാരൻ മരിച്ചതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. ഒടുവിൽ അവർ കാശിയിൽ എത്തുകയും കാശിയിൽ ഒരു റൂം എടുക്കുകയും ചെയ്യും. എന്നാൽ അന്ന് രാത്രി അപ്പൂപ്പന് ഉറക്കം വരികയേയില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ അമ്മ എണീച്ച ശേഷം അപ്പൂപ്പനെ അവിടെ എല്ലാം നോക്കും. ശേഷം തങ്ങളെ മക്കളോട് വന്ന് ചോദിക്കും, എടാ അപ്പൂപ്പനെ കാണുന്നില്ല, അപ്പൂപ്പൻ എവിടെ പോയെന്ന് അറിയാൻ വയ്യ. എന്നിട്ട് അവർ ഹോട്ടലിലെ റിസപ്ഷനിലുള്ള ആളിന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അയാൾ പറയും, അപ്പൂപ്പൻ രാവിലെ തന്നെ ആരെയോ കാണാനുണ്ട് എന്നും പറഞ്ഞ് പോയി എന്ന്. അവർ കാശിയുടെ ഗംഗയുടെ അടുത്തേക്ക് വന്ന് അപ്പൂപ്പനെ തിരക്കുമ്പോഴേക്കും ആ ചെക്ക് പോസ്റ്റിൽ വെച്ച് കണ്ട പോലീസുകാർ അവരെ സ്പോട്ട് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ സ്റ്റേഷനിലെ ലേഡി ഇൻസ്പെക്ടറോട് അവർ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇൻസ്പെക്ടർ അവരോട് അപ്പൂപ്പനെ കുറിച്ച് ഞങ്ങളും അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ കുറെ അധികം ദിവസം അവർ അപ്പൂപ്പനെ അന്വേഷിച്ച് കാശിയാകെ നടക്കും. അങ്ങനെ ഒരു രാത്രി
ഇതോടെ ചന്ദ്രനും മകനും തമ്മിൽ സംസാരിക്കുകയും ആദ്യം അവർ തമ്മിൽ സംസാരിച്ച് കയർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ അവർ തമ്മിൽ സംസാരിച്ച് കോംപ്രമൈസ് ആയി അച്ഛനും മകനും നല്ല സ്നേഹത്തിലാകും. അതേസമയം കാശിയിലുള്ള ഒരാൾ അവരോട് വന്ന് പറയും, നിങ്ങളുടെ അപ്പൂപ്പനെ അന്വേഷിക്കേണ്ട, കാരണം ഇവിടെ മിസ്സായ ആരും പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. അനൂപ് അങ്ങനെ തന്റെ അപ്പൂപ്പന്റെ ഫോട്ടോയും എടുത്ത് കാശിയിലെ ശവങ്ങളെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും. അനൂപ് അങ്ങനെ തന്റെ അപ്പൂപ്പന്റെ ഫോട്ടോ കൊണ്ടുപോയി കാശിയിലെ ശവം കത്തിക്കുന്ന ആളെ കാണിക്കുമ്പോൾ ഇതുപോലെ ഒരാളെ ഞങ്ങൾ കുറച്ചു നേരെ കത്തിച്ചു എന്ന് പറയും. അപ്പോഴേക്കും തന്റെ അപ്പൂപ്പന്റെ ചെരുപ്പ് അവിടെ കിടക്കുന്നത് കണ്ട് അനൂപ് അത് തന്റെ അപ്പൂപ്പനാണെന്ന് ഉറപ്പിക്കും. എന്നാൽ ഇതേ സമയം അപ്പൂപ്പൻ ട്രെയിൻ കയറി കേരളത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. അടുത്ത ദിവസം തന്റെ അച്ഛൻ മരിച്ചു എന്നും കരുതി ചന്ദ്രൻ തന്റെ അച്ഛന്റെ അവസാനത്തെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് നാട്ടിൽ നിന്ന് ചന്ദ്രന്റെ കൂട്ടുകാരൻ അനൂപിനെ വിളിച്ചു. അപ്പൂപ്പൻ മരിച്ചിട്ടില്ല, അപ്പൂപ്പൻ ഇവിടെ നാട്ടിലുണ്ട് എന്ന് പറയും. വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയും അവരെല്ലാവരും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും. എന്നാൽ വീട്ടിലെത്തിയ ശേഷം അപ്പൂപ്പനെ കാണാതിരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ ആൾ വന്ന് പറയും, എന്റെ അച്ഛന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നല്ലോ നിങ്ങളുടെ അച്ഛൻ. എന്റെ അച്ഛന്റെ ചിതാഭസ്മം കാശിയിൽ ഒഴുക്കണമെന്നും പറഞ്ഞു. ചിതാഭസ്മവും മേടിച്ചുകൊണ്ട് അപ്പൂപ്പൻ കാശിയിലേക്ക് പോയെന്ന് പറയും. ഉടനെ തന്നെ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പൂപ്പനോട് തിരികെ വരണമെന്ന് പറഞ്ഞെങ്കിലും അപ്പൂപ്പൻ അതിന് കൂട്ടാക്കില്ല. എന്നിട്ട് അവരെല്ലാവരും ട്രെയിനിലേക്ക് കയറുമ്പോൾ അബി അപ്പൂപ്പനോട് പറയും, നമ്മുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ അച്ഛനും ചേട്ടനും നല്ല കമ്പനിയാണ്. പിന്നെ ആ ഗായത്രി ചേച്ചിയുമായി ചേട്ടൻ നല്ല ടേംസിലാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് എന്നെ അടിച്ച ആളിയെ കണ്ടു, ചേട്ടൻ അവന് നല്ല ഇടിയും കൊടുത്തു എന്ന് അപ്പൂപ്പനോട് പറയും. അപ്പൂപ്പൻ ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല സന്തോഷമാകും. അപ്പോഴേക്കും TTR അങ്ങോട്ടേക്ക് വന്ന് ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും ട്രെയിനിൽ നിന്ന് ഇറക്കി വിടും. അപ്പൂപ്പൻ മാത്രം വീണ്ടും ആ കാശി യാത്ര തുടരും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.